ജെക്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കാര ധനുഷ് നായകനായ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് കാര. അതിനകത്ത് മമിത ബൈജു അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കാം. ധനുഷ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കള്ളനായ സ്വാർത്ഥനായ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ധനുഷ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നീട് അയാളുടെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റമൊക്കെ വളരെയധികം കൺവിൻസിങ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ പറയേണ്ട കാര്യമില്ല, സുരാജ് വെഞ്ഞാറമൂട് നല്ല പെർഫോമൻസാണ് പടത്തിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറുമോ അത് ക്ലൈമാക്സിലടക്കം കൃത്യമായ രീതിയിൽ പറഞ്ഞ് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടക്കം കാണാം, ആ ക്ലൈമാക്സിലടക്കം കാണാം അതിൻ്റെ ഒരു മിതത്വം. പിന്നെ നമ്മുടെ ജയറാമിലോട്ട് വരുമ്പോൾ, ജയറാം ചെയ്ത റോള് വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പുതുമ നമുക്ക് കിട്ടിയാണ്. ഇത് എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജയറാം സ്ഥിരം കാണിക്കണ പോലെ തന്നെ ഒരു കോമാളിക്കളിയായി മാറി. പിന്നെ മമിത ബൈജുവിന് അധികം സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, പക്ഷെ ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീജ രവി, പിന്നെ MS ഭാസ്കർ, പിന്നെ കരുണാസ്, ഇവരൊക്കെ അടിപൊളിയായിട്ട് പടത്തിനകത്ത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടർ എന്താണോ അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്, BGM ഒക്കെ നൈസായിരുന്നു, അടിപൊളി, വേറെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയിലോട്ട് അടക്കാം. നമ്മുടെ ഗൾഫ് വാറ്, ഇപ്പോഴത്തെ അല്ല മുമ്പത്തെ ഗൾഫ് വാർ നടക്കുന്ന സമയമാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം. അപ്പോൾ ഗൾഫ് യുദ്ധം നടന്നപ്പോൾ ഇന്ധനം ലഭിക്കാതെ ബുദ്ധിമുട്ടിയ കർഷകർ, അതുപോലെ തന്നെ ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ അവർ ബുദ്ധിമുട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ നായകനായ കറസാമയുടെ സെൽഫിഷായ ഒരു കാര്യത്തിലാണ് കഥ ആദ്യം മുൻതൂക്കം നൽകുന്നത്. അതായത് തൻ്റെ ജീവിതം ഇന്ന് ജീവിക്കുന്ന ഒരാൾക്ക് പിന്നീടുണ്ടാവുന്ന മാറ്റങ്ങളാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു ജേർണി പറയുന്ന ഇമോഷണൽ വെയിറ്റേജ് ഉള്ള സീനുകളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നായകൻ ഇനി നടത്താൻ പോകുന്ന കവർച്ച, അത് എന്തിന്, അതിൻ്റെ പ്രാധാന്യം, അപ്പം ഇതെല്ലാം ഈ സീനുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ നൽകി മടുപ്പിക്കാവുന്ന കാര്യങ്ങളുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ നേരെ കഥ പറഞ്ഞ് ഒരു കോൺഫ്ലിക്റ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നീട് അതൊരു ഹേസ്റ്റ് ത്രില്ലറായിട്ട് മാറി എന്ന രീതിയിൽ ആണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സീനുകളുടെയൊക്കെ സ്റ്റേജിങ്, ആ സമയത്തുള്ള BGM എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ച പോലെ തന്നെ, ഇപ്പോൾ ഈ ക്രൂവിൻ്റെ ഈ സംവിധായകൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സുരാജ് അവതരിപ്പിച്ച കഥാപാത്രം ഈ കവർച്ച നടക്കുന്ന സ്ഥലത്ത് എത്തുന്നതോട് കൂടിയിട്ട് കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു മൊമെൻറ്റം പിന്നീടും തുടരാൻ സാധിക്കുന്നുണ്ട്. ജയറാമിൻ്റെ ക്യാരക്ടർ വന്ന് കഥയിൽ ആദ്യമൊക്കെ കോൺഫ്ലിക്റ്റ് നൽകാൻ സഹായിക്കുന്നുണ്ടെങ്കിലൊക്കെ പിന്നീട് കുറച്ച് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ആയി മാറുകയാണ്. ഇപ്പോൾ സിനിമയുടെ ഇതിൻ്റെ ഇപ്പോൾ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് തീരെ പോരായിരുന്നു എന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ എന്ന് മനസ്സിനകത്തൊരു തോന്നലുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ലോൺ എടുത്ത വ്യവസായിയുടെയൊക്കെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കഥ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. നായകൻ തൻ്റെ ആ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഷണം, ഒരു കവർച്ച, അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണെന്നും അതിൻ്റെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രൂവിനെ അത്ര നേരം നമ്മൾ കണ്ട ആ ലോജിക്കിനൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നായകൻ പൊടുന്നനെ റോബിൻഹുഡായി. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാവണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജയറാം ക്യാരക്ടർ അല്പം വീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുവരെ അടിപൊളിയാണ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.